ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം നടക്കുന്ന തിച്ചൂർ ഇട്ടോണം റോഡിന്റെയും തിച്ചൂർ തളി റോഡിന്റെയും നിർമ്മാണ പുരോഗതി UR പ്രദീപ് MLA വിലയിരുത്തി. എരുമപ്പെട്ടി നെല്ലുവായ് പട്ടാമ്പി റോഡിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന നെല്ലുവായ് മുതൽ തിച്ചൂർ വരെയുള്ള റോഡ് BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തിച്ചൂർ ഇട്ടോണം റോഡ് 3 കിലോമീറ്റർ ദൂരത്തിൽ BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 3,48 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. 5 കോടി രൂപ ചെലവഴിച്ചാണ് തിച്ചൂർ മുതൽ തളി വരെ 4 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. 2 റോഡുകളിലും കൾവർട്ടുകളും കോൺക്രീറ്റ് കാനയും ഐറിഷ് വർക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തളി റോഡിൽ 11 മീറ്റർ നീളവും 8.5 മീറ്റർ വീതിയുമുള്ള പാലവും നിർമ്മിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ്. സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഏകദേശം 3 കോടി രൂപ ഇതിന് വകയിരുത്തി BMBC നിലവാരത്തിലുള്ള നല്ല മനോഹരമായ റോഡാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ധാരാളം യാത്രാ ദുരിതങ്ങളെല്ലാം അനുഭവിച്ച ആളുകൾക്ക് ഇനി വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ റോഡിൽ യാത്ര ചെയ്യാൻ. അത്രയധികം നല്ല റോഡായതുകൊണ്ട് വാഹനങ്ങളുടെ സ്പീഡ് വർദ്ധിപ്പിക്കും. തളി തിച്ചൂർ റോഡും ഇതേ നിലവാരത്തിലുള്ള റോഡാക്കി തീർക്കാനും, അതേപോലെ തളി ആറങ്ങോട്ടുകര റോഡും ഇതേ നിലവാരത്തിലുള്ള റോഡാക്കി BMBC നിലവാരത്തിലുള്ള റോഡാക്കി മാറ്റി ചേലക്കര മണ്ഡലത്തിലെ ഏകദേശം 2% റോഡ് ഒഴിച്ച് ബാക്കിയെല്ലാം BMBC നിലവാരത്തിൽ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന റോഡ് ചില കോടതി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചെറിയ കാലതാമസം, മലേശമംഗലം തിരുവല്ലാമല മലേശമംഗലം റോഡ് ഉൾപ്പെടെ ചില കാലതാമസം വരുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ച് ഇപ്പോൾ റോഡ് ടാറിങ്ങിൻ്റെ ആവശ്യമായ പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 92% പൊതുമരാമത്ത് റോഡുകൾ BMBC നിലവാരത്തിലാക്കിയിട്ടുണ്ടെന്നും ബാക്കി വരുന്ന റോഡുകൾ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്നും തിരുവല്ലോമല ദേശമംഗലം റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും MLA UR പ്രദീപ് അറിയിച്ചു.